ഹലോ, എൻ്റെ പേര് പ്രിൻസ് തോമസ് എന്നാണ്. ആപ്പിൾ കളർ സോർട്ടിംഗ് മെഷീൻ കോയമ്പത്തൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇത് കളർ സോർട്ടിംഗ് മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫുഡ് ഇൻഡസ്ട്രിയിലും പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിലും ഒക്കെ കളർ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനറീസാണ്. ഇപ്പോൾ മെയിനായിട്ട് റൈസ് മില്ല്, അതുപോലെ തന്നെ കാഷ്യൂ, ദാല് അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ നമ്മൾ കളർ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻ ഉപയോഗിച്ചത്. ഇപ്പോൾ ഈ മെഷീന് ഇമേജ് പ്രോസസ്സിംഗ് ആണ്. ഇത് ക്യാമറ ബേസ് ചെയ്തിട്ടുള്ളൊരു മെഷീനാണ്. ഇപ്പോൾ നമ്മൾ ഇതിലിടുന്ന മെറ്റീരിയൽസിന് അതിൻ്റെ ഇമേജ് എടുത്തിട്ട് അതിലുള്ള എന്താണോ നമുക്ക് ഡിഫക്റ്റുകൾ മാറേണ്ടത് അതിനെ നമ്മൾ ആ ഇമേജ് വഴി സോർട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ്. Hi, good afternoon. Myself Karnan. I'm working in Sipat, Kochi. It is an institute which teaches about the plastics manufacturing technology. Also we are doing research and development in plastics. And we are developing the Sipat in Sipat, Kochi from 2011 onwards. And we do have the diploma in plastic technology courses as well as diploma in plastic mold technology. Also we are doing a MSc Biopolymer Science and Technology and MSc Polymer Science. എൻ്റെ പേര് ജിതിൻ. ഞാൻ FABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ്. ഞാൻ വൺ ഓഫ് ദി ഡയറക്ടറാണ് അതിൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ബ്രാൻഡുണ്ട്. ഫോറി എന്ന് പറഞ്ഞൊരു ബ്രാൻഡും ഉണ്ട്, ബെറ്റർ ചോയ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡും ഉണ്ട്. ഈ മില്ലറ്റ് ചോക്കോ സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മില്ലറ്റ് ബേസ്ഡ് പ്രൊഡക്ട്സ് ആണ്. ഇതെല്ലാം 100% മില്ലറ്റ്സ് ആണ്. ഇതിൽ നമ്മൾ വേറെ മൈദ, അതുപോലെ പ്രിസർവേറ്റീവ്സ്, കെമിക്കൽസ് അങ്ങനെയുള്ളതൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അതുപോലെ ഇതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ്, ഫ്ലേവേഴ്സ് അതൊന്നുമില്ല. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് മില്ലറ്റ് സ്ട്രോബെറി ലൂപ്സിനാണ്. ഇതിൽ വേറെ രണ്ട് മില്ലറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവറാണ് യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ സ്ട്രോബെറി എക്സ്ട്രാക്റ്റും പിന്നെ കളറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബീട്രൂട്ട് പൗഡറും. അതുകൂടാതെ ഒരു ഫ്ലേക്സ് കൂടെ ഉണ്ട്. ഇതും മില്ലറ്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൽ ചോക്ലേറ്റ് ഫ്ലേവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നാച്ചുറൽ കൊക്കോ പൗഡറാണ് നമ്മൾ ഫ്ലേവറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. മില്ലറ്റ്സിൻ്റെ ബാറ്റർ ഉണ്ട്, ഇഡ്ലി ദോശ ബാറ്റർ ഉണ്ട്, റെഡി ടു കുക്കാണ്. അതുപോലെ മില്ലറ്റ്സിൻ്റെ ചപ്പാത്തി ഉണ്ട്, മൾട്ടി മില്ലറ്റ് ചപ്പാത്തി. 3 മില്ലറ്റ്സ് കൂടെ ഇട്ടുണ്ടാക്കുന്നതാണ്. കൊച്ചിയിലുള്ള മിക്ക സൂപ്പർ മാർക്കറ്റ്സിൽ അത് അവൈലബിൾ ആണ്. ഈ പ്രൊഡക്ട്സ് എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ തന്നെ ഇ-കൊമേഴ്സ് സൈറ്റായ foreignatura.com അതിലും അവൈലബിൾ ആണ്. പിന്നെ നമ്മളിത് UAE എക്സ്പോർട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ എല്ലാ സ്ഥലത്തും മിക്ക സ്ഥലങ്ങളിലും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ആരംഭിക്കും. നമ്മുടെ പേര് ഹരിയാണ്. ഞങ്ങൾ CEC അസിസ്റ്റൻസ് വെച്ച കമ്പനിയാണ്. നമ്മൾ മെയിനായിട്ട് പ്രോഡക്റ്റ് കംപ്രസറാണ്, എയർ കംപ്രസർ. ഇതെന്താ സ്ക്രൂവിൻ്റെ മോഡൽ കംപ്രസറാണ്. ഇതിനപ്പം നമുക്ക് സൗണ്ട് കുറവായിരിക്കും, എയറിൻ്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. പിന്നെ അടുത്ത മോഡൽ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ്. ഇത് ഫുൾ ആൻഡ് ഫുൾ ഇവിടെ ഓൺ മാനുഫാക്ചറിങ് ആണ്. ഇതിന് ഏറ്റവും എല്ലാ സ്പെയർ നമുക്ക് നമ്മൾ ഓൺ ഉണ്ടാക്കിയ അസംബിൾ ചെയ്തതാണ്. ഇതിൻ്റെ 1 year വാറണ്ടി, സൈഡ് സർവീസൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ മോയ്സ്ചറുള്ള ഫിൽറ്റർ ഡ്രയേഴ്സ് ഒക്കെ ഉണ്ട്, എയർ ഡ്രയേഴ്സ് ഉണ്ട്, പിന്നെ ഫോം ടാങ്ക് ഉണ്ട്, പിന്നെ നമുക്ക് ന്യൂമാറ്റിക് ഗ്രീസ് പമ്പൊക്കെ ഉണ്ട് ഇവിടെ. ടയർ ചേഞ്ചർ, നൈട്രജന്, പിന്നെ നമുക്ക് ലിഫ്റ്റ് ഉണ്ട്, പിന്നെ 2 പോസ്റ്റ് സർവീസ് ലിഫ്റ്റ് ഉണ്ട്, പിന്നെ ജാക്കി ഉണ്ട്, പിന്നെ അതിൻ്റെ എക്സ്ട്രാ ഫിൽറ്റേഴ്സ്, ജാക്ക് സ്റ്റാൻഡ്സ് ഇതൊക്കെ എല്ലാം ഉള്ളത്. പിന്നെ നമ്മൾ സർവീസ് സെൻറ്ററിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, വാക്യൂം ക്ലീനർ, ഫോം ടാങ്ക്, പിന്നെ നമുക്ക് അതിൻ്റെ ഗണ്ണ്, അതിൻ്റെ ക്ലോത്ത്സ്, സീലിംഗ് ബൂംസ്, പിന്നെ ഓട്ടോ ട്രെയിൻ വാൾവ്, ഇതിൻ്റെ A to Z എല്ലാ സ്പെയറും, പിന്നെ P ട്യൂബ്സ്, അത് ഫിറ്റിങ്സ്, ഇതൊക്കെ എല്ലാ സ്പെയറും നമുക്ക് അവൈലബിൾ ആണ്. ഇത് പ്രഷർ പമ്പാണ്, 5 HP ആണ്. ഇതിൻ്റെ ഓട്ടോ കട്ട് ഓഫ് മോഡലാണ്. നമുക്ക് പ്രസ് ചെയ്തെങ്കിൽ മാത്രം മെഷീൻ ഓൺ ആവും. ഗണ്ണ് വിട്ട് കഴിഞ്ഞാൽ മെഷീൻ ഓഫ് ആയിരിക്കും. ഇത് ഇലക്ട്രിക്കൽ സേവിങ്സ് മോഡലാണ്. ഇത് 180 bar പ്രഷർ കിട്ടും. നമുക്ക് ഇതിൻ്റെ സാധാരണ ടാങ്കിൽ കണക്ഷൻ കൊടുത്താൽ മതി. ഇതിൻ്റെ സെക്ഷൻ ഫിൽറ്ററൊക്കെ ഉണ്ട്, ഓട്ടോ കട്ട് ഓഫ് ഒക്കെ ഉള്ളതാണ്. ഗണ്ണ് വിട്ട് കഴിഞ്ഞാൽ മാത്രം പമ്പ് ഓഫായി. ഗമ്മ് പ്രസ് ചെയ്താൽ മെഷീൻ ഓട്ടോമാറ്റിക് ഓൺ ആവും. അപ്പോൾ ഇലക്ട്രിക്കൽ സേവിങ്സ് ആയിരിക്കും. വെള്ളത്തിൻ്റെ അംശം കുറവാണ്. അത് പ്രഷർ കൂടുതലായിരിക്കും. ഇത് പമ്പ് 6 month വാറണ്ടി, മോട്ടർക്ക് 1 year ആയിരിക്കും. ഇവിടെ എല്ലാ സ്പെയർ സർവീസൊക്കെ അവൈലബിൾ ആണ്. പേര് ശ്രീജിത്ത് S എന്നാണ്. നമ്മുടെ ഇതിൽ വരുന്നത് AMTC എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്, അപ്പാരൽ മെഷീൻസ് ട്രേഡിംഗ് കമ്പനി. എടപ്പള്ളി പോണേക്കരയിലാണ് നമ്മളുടെ ഷോറൂം വരുന്നത്. നമ്മൾ ജുക്കി, ജിൻ എന്ന് പറഞ്ഞ ജുക്കിയുടെ തന്നെ ഒരു ബ്രാൻഡാണ് ജിന്ന്. ഈ 2 ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൽ വരുന്ന ജുക്കിയുടെ സീരീസ് ആണ് ഇത്, ഈ കമ്പ്യൂട്ടറൈസ്ഡ് മോഡൽ. ജുക്കിയുടെ ബേസ് മോഡലുണ്ട്. ബേസ് മോഡൽ കൂടാതെ ബേസ് മോഡലിൽ എന്ന് വെച്ചാൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റും പവർ സേവിങ് മാത്രമാണ്. ഈ വന്നിരിക്കുന്നതിൽ എന്ന് വെച്ചാൽ 7000 സീരീസ് മോഡലിൽ ഫുള്ളി ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. കാരണം ഫ്രണ്ട് ബാറ്റാക്ക്, എൻഡിങ് ബാറ്റാക്ക് അങ്ങനെയുള്ള എല്ലാ പോർഷനും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന മോഡലാണ് ഇത്. ഇത് ജുക്കിയുടെ സിംഗിൾ നീഡിലാണ്. അത് കൂടാതെ തന്നെ ഇത് ജിന്ന് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മെഷീനാണ്. ജിന്നിൻ്റെ ബ്രാൻഡിന് ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ബട്ടൺ സ്റ്റിച്ച് മെഷീനാണ്. ബോബിങ് കേസ് കൂടെ വരുന്നതാണ്. ബോബിങ് കേസ് ലോക്ക് സ്റ്റിച്ച് മെഷീനിൽ വരുന്നതാണ്. സേഫ്റ്റി സ്റ്റിച്ച് ആയിരിക്കും, അഴിഞ്ഞു പോകത്തില്ല. വാഷ് ചെയ്യുന്ന സമയത്ത് പോലും അഴിഞ്ഞു പോകാത്ത രീതിയിൽ. കൂടാതെ ഇതിൽ നമുക്കൊരു പാനൽ ബോർഡ് വരും.
ഈ പാനൽ ബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 2 ഹോള് അല്ലെങ്കിൽ ക്രോസ് മൈനസ് അങ്ങനെ എല്ലാം നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്ത് അടിക്കാവുന്നതാണ്, വളരെ പെട്ടെന്ന് തന്നെ. മാനുവൽ മെഷീനിൽ നമുക്ക് ഇത്ര ഈസി ആയിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. നമ്മൾ അതിൻ്റെ ബാക്കിൽ മാനുവലായിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് പ്രോഗ്രാം ഓൾറെഡി ഇതിൽ സെറ്റായി കിടക്കുന്നുണ്ട്. ഓരോ പോർഷൻ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്ന ഈസി ആയിട്ടുള്ള പ്രൊഡക്ഷൻ, മാസ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഒരു മണിക്കൂറിൽ നമുക്കൊരു 250 ഷർട്ടൊക്കെ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്ററാണ്. ജിൻ എന്ന ബ്രാൻഡിൻ്റെ ബട്ടൺ ഹോൾ മെഷീനാണ്. ബട്ടൺ ഹോൾ നമുക്ക് ഡയറക്റ്റ് ഡ്രൈവ് വിത്ത് പവർ സേവിങ് മെഷീനാണ്. അതിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബോബിങ് കേസോട് കൂടി വരുന്നത് ബട്ടൺ ഹോൾ എല്ലാം ബോബിങ് കേസാണ്, കമ്പ്യൂട്ടറൈസ്ഡ് അല്ല. ഇത് നമുക്ക് പവർ സേവിങ് സ്പീഡ് കൺട്രോളിങ് കാര്യങ്ങളായിട്ട് വരുന്ന മെഷീൻ. ഇതിൽ നമുക്ക് ഷർട്ടിൻ്റെ ബട്ടൺ ഹോളാണ്. അത് നമുക്ക് വലിയ ഹോളും അടിക്കാം. ഇതിൽ 1.25 ഇഞ്ച് വരെയുള്ള ഹോൾ അടിക്കാവുന്ന രീതിയിലാണ് കമ്പനി മാനുഫാക്ചർ ചെയ്ത് വിടുന്നത്. ഫുള്ളായി സ്റ്റിച്ച് ചെയ്ത് ബ്ലേഡ് വീണ് കട്ട് ചെയ്യും. കറക്റ്റ് ഫുൾ കംപ്ലീറ്റ് ആയി വരും വർക്ക്. സൂചിയിലെ നൂലും ബോബിങ് കേസിൻ്റെ നൂലും കട്ട് ചെയ്ത്, അത് കൂടാതെ ബട്ടൻ്റെ ഹോളിലുള്ള ആ ഹോൾ വരെ ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് വർക്കായി. ഇത് നമുക്ക് റൗണ്ട് നൈഫ് കട്ടിങ് മെഷീനാണ് വരുന്നത്. ഒരു 15 ലെയർ 18 ലെയറൊക്കെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഒരു സാധാരണ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ചെറിയ യൂണിറ്റുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മോഡലാണ്. ബേസ് മോഡൽ കട്ടിങ് മെഷീനാണത്. സ്ട്രെയിറ്റ് നൈഫ് ഉണ്ട്. സ്ട്രെയിറ്റ് നൈഫ് നമ്മൾ ഓൾറെഡി ഡെമോ വെച്ചിട്ടില്ല. സ്ട്രെയിറ്റ് നൈഫ് നമുക്കൊരു 35 ലെയർ 38 ലെയറൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. ഇത് റൗണ്ട് നൈഫാണ്. ഇതിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു 15 ലെയർ വരെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറിയ യൂണിറ്റുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനാണിത്. ഇത് ഇലക്ട്രോണിക് സെർവോ മോട്ടറാണ്, പവർ സേവിങ് മോട്ടറാണ്. ഇപ്പോൾ ക്ലച്ച് മോട്ടർ ഉപയോഗിക്കുന്ന യൂണിറ്റുകളിലെ കസ്റ്റമേഴ്സിന് കറണ്ട് ബില്ല് കൂടുതലായിരിക്കും. ഇത് സെർവോ മോട്ടർ ആയതുകൊണ്ട് ഇത് നമുക്ക് പവർ സേവിങ് കൺസപ്ഷൻ കൂടുതലാണ്. ഈ സാധനം ഉപയോഗിക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വരുന്ന കറണ്ട് ബില്ലിൻ്റെ 1/3 ഭാഗമാണ് ഈ മോട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ചാർജ് വരുത്തുന്നത്. അപ്പോൾ യൂണിറ്റുകളിലൊക്കെ നമുക്ക് ക്ലച്ച് പഴയ മോഡൽ മെഷീൻസ് ഉണ്ടെങ്കിൽ മെഷീൻ തന്നെ ചേഞ്ച് ചെയ്യാതെ മോട്ടർ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് പവർ കൺസപ്ഷൻ കുറയ്ക്കാനുള്ളൊരു ഓപ്ഷൻ കൂടിയാണ് ഇത് വരുന്നത്. സർ, ആക്ച്വലി ഞങ്ങൾ ടെറ റോബോട്ട്സ് കമ്പനിയാണ് വരുന്നത്. ഞങ്ങളുടെ കമ്പനി വന്ന് കാക്കനാടാണ് സിറ്റുവേറ്റഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഫുഡ് ഡെലിവറി റോബോട്ട്സ്, 3D പ്രിൻ്റർ ആൻഡ് കാറ്റ്വെയർ ആണ്. സർ, ആക്ച്വലി ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ ഹോട്ടലിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന റോബോട്ട്സ് ആണ്. കിച്ചണിൽ ഡിഫറെൻറ്റ് ടേബിൾസിലൊക്കെ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റോബോട്ട്സ് ആണ്. ഇത് കൂടാതെ ഞങ്ങൾക്ക് 3D പ്രിൻ്റർ ഉണ്ട്. ഇപ്പോൾ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ഞങ്ങൾ 3D പ്രിൻ്റർ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് കൂടാതെ ഞങ്ങൾക്ക് കാറ്റ്വെയർ ഉണ്ട്. ഗെയിംസൊക്കെ നമുക്ക് ഷോറൂമിൽ വന്ന് ഗെയിംസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് കാറ്റ്വെയർ ഉപയോഗിച്ചിട്ട്. പിന്നെ കാറ്റ്വെയർ എഡ്യൂക്കേഷൻ പർപ്പസിനും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 10th 11th 12th ഗ്രേഡ്സ് സ്റ്റുഡൻസിനൊക്കെ VR യൂസ് ചെയ്ത് നമുക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് കൂടാതെ ഞങ്ങൾക്ക് സർവീസ് ആപ്പും കൂടിയുണ്ട്. ഞങ്ങൾ ആപ്പും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മെഷീൻസൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ആപ്പ് വെച്ചിട്ട് ഫുള്ളി ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഫുള്ളി ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ആപ്പ് വെച്ചിട്ട്. ദീസ് ആർ ഓൾ അബൌട്ട് അവർ കമ്പനി ടെറ റോബോട്ട്സ്. ഇത് UME എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ മെഷീനാണ്. ഇത് ഫ്രം ചൈനയാണ് വരുന്നത്. ഇതിൽ 3 ടൈപ്സ് ഓഫ് മെഷീൻസാണ് വരുന്നത്. ബേസ് മോഡൽ ഒരു 240 എന്ന് പറഞ്ഞാൽ 2.4 lakhs ആണ് വരുന്നത്. പിന്നെ സെക്കൻഡ് മോഡൽ എന്ന് പറഞ്ഞത് 3.25, പിന്നെ 5.5, അങ്ങനെ 3 വേരിയൻറ്റിലാണ് ഈ മെഷീൻ വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് സോഫ്റ്റ്വെയറിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്ന ഏത് ഡിസൈനും ഔട്ട്പുട്ടായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ ടോപ്പ് മോഡലിൽ വരുന്നത് 12 നീഡിലാണ്. അതുപോലെ ബേസ് മോഡൽ വരുന്നത് 8 നീഡിലാണ്. അതുപോലെ ഇതിൻ്റെ സ്ക്രീൻ സൈസും ഡിസ്പ്ലേ ഇതുമാണ് ഇതിൻ്റെ മെയിൻ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കേരളത്തിൽ നമ്മൾ എംബ്രോയ്ഡറി മാർക്കറ്റിങ്ങിൽ കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മെഷീനാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ കേരളത്തിൽ ഏകദേശം ഒരു 5 മെഷീനോളം കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ഉത്രം സൂയിങ് സിസ്റ്റം ആയിട്ടുള്ള ഒരു ബ്രാൻഡിലാണ് ഈ സാധനം സബ്ബായിട്ട് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ, എൻ്റെ പേര് ജിജോ. ഞാൻ ടേക്കാൻത്ത് ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് വന്നിട്ട് പാക്കിംഗ്, ലേബലിംഗ്, ഫില്ലിംഗ് ആൻഡ് കോഡിംഗ് മെഷീൻസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെഷീനൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതെല്ലാം MRP മാനുഫാക്ചറിംഗ് ഡേറ്റൊക്കെ അടിക്കാവുന്ന മെഷീനാണ്. നമ്മളിത് ചെറുകിട സ്കെയിൽസ് ഉള്ളവർക്കൊക്കെ ഇപ്പോൾ ലേബലിംഗ് എല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഡിജിറ്റലായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഇതിനകത്തോട്ട് നമുക്ക് ഡേറ്റാസും കാര്യങ്ങളെല്ലാം ഫീഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ മാറ്റർ ഉണ്ടാവും. നമുക്ക് എന്താണ് വേണമെന്നുള്ള മാറ്ററല്ല നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വെറൈറ്റി മെഷീൻസ് നമുക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേർഷനാണ് ഈ വരുന്നത്. അപ്പോൾ നമുക്കിതുപോലെ സെറ്റ് ചെയ്ത മാറ്റർ നമുക്കിപ്പോൾ നമ്മുടെ MRP ആണോ, എത്ര ഗ്രാമാണ്, പ്രൊഡക്ഷൻ ഡേറ്റ്, എത്ര ഡേറ്റിൽ നമ്മളിത് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ നമ്മുടെ പൗച്ചാണെങ്കിൽ പൗച്ചിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് നമുക്ക് അടിക്കാവുന്നതാണ്. ഇത് നമ്മുടെ വന്നിട്ട് ഓൺലൈൻ പ്രിൻറ്റേഴ്സാണ്, കൺവേർട്ട് ടൈപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ ഡെയിലി ഒരു 5000, 6000, 10000 പൗച്ചസ് അടിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ബണ്ടിലായിട്ട് പൗച്ചസ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട്, അപ്പോൾ ഒരു വലിയ ഡെവലപ്ഡ് കമ്പനീസ് തന്നെ അവർക്ക് ഡെയിലി ഒരു 5000, 10000 പൗച്ചസ് അടിക്കാനുണ്ടെങ്കിൽ
നമുക്ക് ഇതുപോലെ ബണ്ടിലായിട്ട് പൗച്ചസ് വെച്ചിട്ട് നമ്മൾ കൺവെയറിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ സിംഗിൾ പീസസ് ആയിട്ട് പോയിട്ട് നമ്മളിവിടെ മാറ്റർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് പ്രിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മാറ്റർ നമ്മൾ ചെയ്തേക്കുന്നത് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് പ്രിൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഒരുപാട് പ്രൊഡക്ഷൻ കൂടുതലുള്ള യൂണിറ്റുകൾക്കാണെങ്കിൽ ഇതായിരിക്കും നല്ല. അല്ലാത്തുള്ളവർക്ക് ചെറുകിട യൂണിറ്റ് സ്റ്റാർട്ടിങ് ആദ്യം കണ്ട വീഡിയോസാണ് നല്ലത്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മെഷീൻ ലേബലിംഗ് മെഷീൻസ് ആണ്. അപ്പോൾ നമ്മൾ റൗണ്ട് ബോട്ടിൽസിൽ നമ്മൾ ലേബൽ ഒട്ടിക്കാനായിട്ട് അത് പ്രൊഫഷൻസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ബോട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടും നീറ്റായിട്ടും നമുക്ക് ബോട്ടിൽ നമ്മുടെ ലേബിൾസ് ഒട്ടിച്ച് കിട്ടും. അടുത്ത് നമ്മൾ ചെറുകിട യൂണിറ്റൊക്കെ വേണ്ടിയിട്ട് ഫുഡ് നമുക്ക് പാക്ക് ചെയ്യാവുന്ന മെഷീൻസാണ്. നമ്മൾ കവറിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൺവെയറിൽ വെച്ച് വിട്ടാൽ മതി. അടുത്ത മെഷീൻ നമ്മുടെ വെയിങ് ഫില്ലറാണ്. നമുക്ക് 10 gram to 100 gram വരെ ചെറുകിട യൂണിറ്റുകൾക്ക് പാക്ക് ചെയ്യാവുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഗ്രാനുവൽസോ പൗഡർ ഐറ്റംസോ ഇട്ട് കൊടുത്തിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യുകയാണ് എത്ര നമുക്ക് വേണമെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ 30 gram ഇട്ടേക്കുന്നത്, സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ 30 gram ആകുമ്പോൾ മെഷീൻ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് നിൽക്കും. ഇത് ഡിസ്പെൻസ് ആവും. ഡിസ്പെൻസ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബാൻസിലറിൽ വെച്ചിട്ട് പൊട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വാക്യൂം സീലിംഗ് മെഷീനാണ്. അപ്പോൾ നമുക്ക് വന്നിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, ഫിഷ്, അതുപോലെ പച്ചക്കറികൾ, വെജിറ്റബിൾസ് എല്ലാം നമുക്ക് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് വാക്യൂം ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഓക്സിജൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവില്ല. ഓക്സിജൻ്റെ കണ്ടൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ചീത്തയാവുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഇതിനകത്ത് വാക്യൂം എടുത്ത് കളഞ്ഞിട്ട് എയർ ടൈനസ് കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഷെൽ ലൈഫ് വലുതാവും. അപ്പോൾ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മെഷീൻ ഇൻഡക്ഷൻ സീലറാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഈ കൂടുതലുമായിട്ട് അച്ചാറുകളെല്ലാം പാക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസിലാണ്. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ വാർഡാണ്. ഇൻഡക്ഷൻ വാർഡ് നമ്മൾ ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യുക. അപ്പം ലീക്കേജ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു പ്രൂഫിങ് കൂടി നമുക്ക് കിട്ടും ബോട്ടിലിന്. നമ്മൾ ഇൻഡക്ഷൻ വാർഡ് ഇട്ടിട്ട് ബോട്ടിൽ അടയ്ക്കുക. ജസ്റ്റ് മുകളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പം ഇതിൻ്റെ അകത്ത് വിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് സീലിംഗ് കിട്ടും. അപ്പോൾ ഇതാരും പൊട്ടിച്ചിട്ടുണ്ടാവില്ല, കേടുകൂടാതെ ഇരുന്നോളും. അതിൽ ലീക്കേജ് ഉണ്ടാവില്ല. അപ്പോൾ കൂടുതലുമായിട്ട് അച്ചാർ യൂണിറ്റിലെല്ലാം ഈ ടൈപ്പ് പാക്കിംഗ് ആണ് ചെയ്യുന്നത്. അടുത്ത മെഷീൻ വന്നിട്ട് നമ്മുടെ കാട്ടൺ സീലറാണ്. അപ്പോൾ ബൾക്കായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ട്, എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാട്ടൻ്റെ അകത്തോട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ 2 സൈഡ് സീലിംഗ് ആയി കിട്ടും, പൊട്ടി കിട്ടും. കാട്ടൻ്റെ ഇത് 3 inch വിട്ടുള്ള ടേപ്പാണ് നമ്മൾ ഇതിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ മുകളിലും ടേപ്പുണ്ട്, താഴ്ഭാഗത്തും ടേപ്പുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരുപാട് പ്രൊഡക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബോക്സിലോ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബോക്സ് അടിച്ചിട്ട് നമ്മൾ ഇതിൽ വിട്ടാൽ മതി. അപ്പോൾ 2 സൈഡ് ഒട്ടി കറക്റ്റായിട്ട് കിട്ടും. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിത് 0 cm തൊട്ട് 60 cm വരെ ഹൈറ്റുള്ള ബോക്സ് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വിട്ട് നമുക്കൊരു 2.5 അടി വരെ നീളത്തിലുള്ള വിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മുടെ മെഷീൻ വന്നിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. അതായത് ഒരു ദിവസം മാക്സിമം ഒരു 5000 6000 പൗച്ചസ് നമുക്ക് അടിക്കാനുണ്ടെങ്കിൽ ഇത് മുകളിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് ഗ്രാനുവൽസോ പൗഡർ നമ്മൾ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ റോൾ ടൈപ്പ് പൗച്ചസാണ് ഇതിലിടുന്നത്. അത് നേരെ ഫോം ചെയ്ത് ഫില്ല് ചെയ്ത് എത്ര വെയിറ്റ് ആണോ നമുക്ക് വേണ്ടത്, അതായത് 100 gram to 1 kg നമുക്ക് 500 to 50 gram ഏത് വെയിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ആ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് മാല പോലെ വേണമെങ്കിൽ മാല പോലെ വരും, അല്ലെങ്കിൽ സിംഗിളായിട്ട് വേണമെങ്കിൽ സിംഗിളായിട്ട് നമുക്ക് പർച്ചേസ് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത ഗ്രാം ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്ത് വെയിൻ ചെയ്ത് നമുക്ക് പാക്കറ്റായിട്ട് കിട്ടും. നമ്മൾ ആദ്യം കണ്ടത് വാക്യൂം ചെയ്യണ മെഷീനാണ്. നമ്മൾ ആദ്യം കണ്ടത് ഗ്യാസ് വിത്തൊക്കെ നമ്മൾ വാക്യൂം ചെയ്യണം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോണ മെഷീൻ വാക്യൂം വിത്ത് നൈട്രജൻ ഫില്ലിംഗ് ആണ് മെഷീൻ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് എയർ അല്ല, നമ്മുടെ ഓക്സിജൻ്റെ കണ്ടൻ്റ് എല്ലാം മെഷീൻ സക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സിങ്ങിൽ നൈട്രജൻ ഇതിനകത്തോട് ഫ്രഷ് ആവും. അപ്പം 3 in 1 ആണ് ഈ മെഷീൻ വരുന്നത്. അത് കഴിഞ്ഞ് ഇതിനകത്ത് സീലിംഗും വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വാക്യൂം മൊത്തം പോയി നൈട്രജൻ ഫില്ലായിട്ട് നമുക്ക് സീൽ ചെയ്ത് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഈ മെഷീൻ വന്നിട്ട് വെയിങ് ഫില്ലറാണ്. ഇതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് പൗഡറും ചെയ്യാം, ഗ്രാനുവൽസും ചെയ്യാം അറ്റ് എ ടൈമിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വെയിറ്റും കാര്യങ്ങളും നമുക്ക് എത്ര വേണ്ടെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്രൊഡക്റ്റ് ഇട്ട് കൊടുത്തിട്ട് വെയിൻ ചെയ്ത് ഇവിടെ നോട്ട് സെല്ലിൽ വന്ന് കിടക്കും. നമ്മളായിട്ട് ഒരു പൗച്ച് അതിൽ വെച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു വെർട്ടിക്കൽ ടൈപ്പ് ബാൻസിൽ ഉണ്ടാവും, അതിലോട്ട് വെച്ച് നമുക്ക് സീൽ ചെയ്ത് എടുക്കാം. അപ്പോൾ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കലി വെയിൻ ചെയ്ത് നമുക്ക് തരും. നമ്മളത് ഈ പെഡൽ വഴി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡിസ്പെൻസ് ആവും. ഇല്ലെങ്കിൽ നമുക്കൊരു ഓട്ടോ സ്വിച്ച് ഉണ്ട്, അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇത് വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വെർട്ടിക്കൽ ബാൻസിലിംഗ് മെഷീനിൽ വെച്ചിട്ട് നമ്മുടെ പൗച്ച് ഇതുപോലെ ഇപ്പോൾ നിറച്ച് കഴിഞ്ഞിട്ട് വെച്ച് പാക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ മെഷീൻ പേസ്റ്റ് ഫില്ലറാണ്. അപ്പോൾ പേസ്റ്റ് ഫില്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അരിമാവ്, ദോശമാവ്, അതുപോലെ തന്നെ ബാറ്ററി ഗീ അതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടിലിൽ വേണമെങ്കിൽ ബോട്ടിൽ അല്ലെങ്കിൽ കവറിലോട്ട് നമുക്ക് വെച്ച് ഫില്ല് ചെയ്യാവുന്ന മെഷീനാണിത്. അതായത് ബാറ്ററി, അതായത് മാവ്, പേസ്റ്റ് ഫില്ലർ, പേസ്റ്റായിട്ടുള്ള എന്ത് ഐറ്റംസും നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് 10 to 100 ml അല്ലെങ്കിൽ 100 to 1 kg നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ന്യൂമാറ്റിക് ഓപ്പറേഷനാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ വെക്കുക, ബോട്ടിലോ പൗച്ചോ വെക്കുക, പിടിക്കുക, അത് കഴിഞ്ഞിട്ട് സീൽ ചെയ്യുക. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ
EDC എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്ന വിഭാഗത്തിൽ പ്രസൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്ത് വരുന്നു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് അഥവാ കീഡ് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം കേരള സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയം ഭരണാധികാരമുള്ള സ്ഥാപനമാണ്. പ്രാധാന്യമർഹിക്കുന്ന തരത്തിലുള്ള സേവനങ്ങളാണ് കീഡ് സമൂഹത്തിന് വേണ്ടി ചെയ്തു വരുന്നത്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസർ ആയിട്ടുള്ള കീഡ് എന്ന് പറയുന്ന സ്ഥാപനം പ്രധാനമായും സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള വ്യക്തികൾക്കും സംരംഭം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ആവശ്യമായ ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനമാണ് ആദ്യഘട്ടത്തിൽ നടത്തി വരുന്നത്. പ്രഥമ പരിഗണന നടത്തി വരുന്നതും ഈ ട്രെയിനിങ്ങിന് വേണ്ടിയാണ്. എടുത്തു പറയത്തക്കതായിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളിൽ പെടുന്ന ഒന്നാണ് ലോഞ്ച് പാഡ്, ടെക് ഹൊറൈസൺ, മാർക്കറ്റ് മിസ്റ്ററി, ഗ്രോത്ത് പ്ലസ് എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ. അതിൽ ലോഞ്ച് പാഡ് എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാം 5 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ആസ്പയറിംഗ് ആയിട്ടുള്ള സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സംരംഭ പരിശീലനമാണ് ലോഞ്ച് പാഡ് എന്ന് പറയുന്നത്. ഗ്രോത്ത് പ്ലസ് എന്ന് പറയുന്നത് സംരംഭം തുടങ്ങി 3 വർഷമായിട്ടുള്ള ആളുകൾക്ക് അവരുടെ സംരംഭം വിപുലീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സേവനങ്ങളാണ് അല്ലെങ്കിൽ ട്രെയിനിങ് പരിശീലനങ്ങളാണ് നടത്തി വരുന്നത്. മാർക്കറ്റ് മിസ്റ്ററി എന്ന് പറയുന്നത് നിലവിലെ മാർക്കറ്റിംഗ് ട്രെൻഡുകൾ, മാറുന്ന കാലത്തിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് ട്രെൻഡുകൾ പരിശീലനങ്ങളായിട്ട് നടത്തി അവരെ കൂടുതൽ മാർക്കറ്റിംഗ് മേഖലയിൽ കൂടുതൽ പ്രാവീണ്യം നേടി വരുത്തുന്നതിന് ചെയ്യുന്ന ട്രെയിനിങ് പരിശീലനമാണ്. അതോടൊപ്പം തന്നെ ടെക് ഹൊറൈസൺ എന്ന് പറയുന്നത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് അവരുടെ ബിസിനസ്സുകൾ പരമാവധി വിപുലീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശീലനമാണ് അതിൽ നടത്തി വരുന്നത്. ഇതിന് പുറമെ അഗ്രി എൻ്റർപ്രണർഷിപ്പ്, വിമൺ എൻ്റർപ്രണർഷിപ്പ്, അതുപോലെ തന്നെ പർട്ടിക്കുലർലി ഏതെങ്കിലും ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഉള്ള ട്രെയിനിങ് പരിശീലന പരിപാടികൾ നടത്തി വരുന്നു. ഇതുപോലെ തന്നെ കീഡിൻ്റെ അണ്ടറിലുള്ള അങ്കമാലിയിൽ ഇംഗിൾ സ്പേസിൽ പ്രവർത്തിച്ചു വരുന്നതാണ് EDC അഥവാ എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ കൊണ്ടുവന്ന് ഒരു ഇൻക്യുബേഷൻ സ്പേസ് അല്ലെങ്കിൽ ഒരു കോവർക്ക് സ്പേസ് എന്ന കൺസെപ്റ്റിലാണ് അവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അവിടെയും നമ്മൾ അധികം വൈകാതെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്.